പഴമയുടെയും പുതുമയുടെയും കാഴ്ചകൾ ഒരുമിച്ച് കാണാൻ കണ്ണൂർ സിറ്റിയിലെത്തിയാൽ മതി. വിശ്വാസവും പൈതൃകവും മുറുകെ പിടിച്ചുള്ള നോമ്പ് ആചരണത്തിനൊപ്പം പുതിയ കാലത്തിന്റെ നിറങ്ങളും ഇവിടെ കാണാം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കലിനെ കുറിച്ചുകൂടി പറയാതെ സിറ്റിയിലെ നോമ്പ് വിശേഷം പൂർത്തിയാകില്ല. മാസപ്പിറവി അറിയിക്കുന്ന അറക്കലിലെ വിളക്ക്, നോമ്പുതുറ സമയം ഓർമ്മിപ്പിക്കുന്ന അറക്കലിലെ മണി, പൈതൃകത്തിൻ്റെ ഒരുപാട് ശേഷിപ്പുകളുണ്ട് കണ്ണൂർ സിറ്റിയുടെ നോമ്പുകാലത്തോട് ചേർത്ത് വായിക്കാൻ. അതേസമയം തന്നെ പുതുമയുടെ വൈബിനും ഒട്ടും കുറവില്ല. കണ്ണൂർ സിറ്റിയുടെ നോമ്പുകാല കാഴ്ചകളിലേക്ക്. അറബിക്കടൽ കടന്ന് കേരളത്തിലേക്കെത്തിയ പോർച്ചുഗീസുകാരോട് പൊരുതി നിന്ന അറക്കൽ ബീവിമാരുടെയും ആലിരാജമാരുടെയും നാട്. ഇത് കണ്ണൂർ സിറ്റി. ഈ നാടിന്റെ നോമ്പ് കാലത്തിനുമുണ്ട് സവിശേഷതകൾ. പണ്ടുകാലത്ത് പുണ്യ റമദാന്റെ പിറവി അറിയിച്ച് കോഴിക്കോട് നിന്ന് അറക്കലിലേക്ക് ഫോൺ കോൾ എത്തുമായിരുന്നു. പിന്നാലെ ജുമാഅത്ത് പള്ളിയുടെ മേൽക്കൂരയിൽ ഒരു വിളക്ക് തെളിയും. അതായിരുന്നു കണ്ണൂരിലെ മാസപ്പിറവി അറിയിക്കൽ. നാനാനാടുകളിൽ നിന്നും ആ മാസപ്പിറവി വിളംബരമറിയാൻ ആളുകൾ സിറ്റിയിലേക്കെത്തി തമ്പടിക്കാറുണ്ടായിരുന്നു. വിളക്ക് തെളിഞ്ഞു കണ്ടാൽ പിന്നെ വന്നവർ മടങ്ങും. തക്ബീർ വിളികളോടെയുള്ള അവരുടെ ആ യാത്രയായിരുന്നു നാടെങ്ങും റമദാന്റെ വരവറിയിച്ചിരുന്നത്. സിറ്റിയുടെ നോമ്പ് തുടങ്ങിയിരുന്നത് ഉഡോബാബമാരുടെ പാട്ട് കേട്ടായിരുന്നു. അറക്കൽ ബീവിയുടെ പ്രതിനിധികൾ ഹൈദരാബാദിൽ നിന്ന് നൈസാമിനോട് അഭ്യർത്ഥിച്ച് കൂടെ കൊണ്ടുവന്നവരാണ് ഉഡോബാബമാർ. സമയമറിയാൻ മറ്റ് മാർഗങ്ങളില്ലാതിരുന്ന കാലത്ത് പുലർച്ചെ 4 മണിക്ക് വീടുകളിലെത്തി ആളുകളെ വിളിച്ചുണർത്തലായിരുന്നു ഇവരുടെ കടമ. ബാബമാരുടെ വംശപരമ്പര ഇന്നും ഒറ്റപ്പെട്ടെങ്കിലും നോമ്പുകാലത്ത് കണ്ണൂരിലേക്ക് എത്തുന്നുണ്ട്. സമയമോ അല്ലെ അലാറമോ ടൈം പീസോ ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ നാട്ടുകാരെ സമയം അറിയിച്ചിരുന്നത് അറക്കൽ രാജാവ് അറക്കൽ മണി മുഴക്കിയിട്ടാണ്. പിന്നീട് മൈക്ക് സെറ്റും ഒക്കെ വന്ന് പള്ളികളിൽ മൈക്ക് സെറ്റും കോളാമ്പി മൈക്കും ഒക്കെ വന്നതിന് ശേഷവും ഈ ഒരു കീഴ്വഴക്കം നിർത്തിയിരുന്നില്ല. ഹൈദരാബാദ് നൈസാമിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കുറച്ച് ആൾക്കാരെ അവരെ ഉഠോ ഭാവ എഴുന്നേൽക്ക് എന്ന് പറയുന്ന അവർ അങ്ങനെയാണ് പറയുക. ആ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്ന് വാതിൽ തുറന്നാലാണ് ഇവർ പോവുക. വീട്ടുകാർ വല്ലതൊക്കെ കൊടുക്കുകയും ചെയ്യും. ഇതും കണ്ണൂർ സിറ്റിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പാരമ്പര്യമാണ്. 5 നിസ്കാരങ്ങളും പ്രാർത്ഥനകളുമായുള്ള ഒരു പകൽ. സൂര്യൻ അറബിക്കടലിലേക്ക് അസ്തമിച്ചിറങ്ങുന്നതോടെ മഗ്രിബ് ബാങ്ക് മുഴങ്ങുന്നതിനൊപ്പം നോമ്പു തുറക്കാൻ സമയമായെന്ന് അറക്കലിലെ മണി നാടിനെ ഓർമ്മിപ്പിച്ചിരുന്നു. പള്ളികളിലേക്കെത്തുന്ന വിശ്വാസികൾ പഴങ്ങളും പഴച്ചാറുകളും കഴിച്ച് ആ നോമ്പു ദിനത്തിലെ വ്രതം മുറിക്കും. കൂട്ടമായി നിസ്കരിക്കും. പിന്നെ തറാവീഹ് നിസ്കാരവും അത്താഴവും. നോമ്പിന്റെ പുണ്യകാലത്ത് ഒരാൾ പോലും പട്ടിണിയാകരുതെന്ന നിർബന്ധവും അറക്കൽ ബീവിമാരുടെ ഈ നാടിന് ഇന്നുമുണ്ട്. എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണമൊരുക്കാൻ അത്താഴ കമ്മിറ്റിയും സിറ്റിയിൽ സജീവമാണ്. 400, 450, 500ഓളം വരുന്ന ആളുകൾ അഥവാ അതിനുള്ള സൗകര്യം അതിൻ്റെ വളണ്ടിയർമാരും ഇതിൻ്റെ കമ്മിറ്റികളും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോവാണ്. അതിനകമരണ സഹായങ്ങൾ അതിൻ്റെ നല്ലവരായ ആളുകളിൽ നിന്നും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അറബിക്കടൽ പുൽകുന്ന 20ലേറെ പള്ളികളുള്ള കണ്ണൂർ സിറ്റിയിൽ പഴമയുടെ പ്രൗഢിക്കൊപ്പം പുതിയ കാലത്തിന്റെ നിറങ്ങളും നോമ്പുകാലത്ത് കാണാം. സിറ്റിയുടെ സ്വന്തം ചുരണ്ടി ഐസും കച്ചും പലഹാരങ്ങളും വഴിനീള നിരക്കും. എങ്ങും നിറങ്ങൾ വിരിയും. നോമ്പിന്റെ 30 ദിനങ്ങളിലും ഇത് തന്നെ കാഴ്ച. കണ്ണൂരിന്റെ സ്വന്തം വിഭവങ്ങൾക്കൊപ്പം അറേബ്യൻ, പേർഷ്യൻ, തുർക്കിഷ് വിഭവങ്ങളും ഇപ്പോൾ സുലഭമാണ്. വിശ്വാസവും പൈതൃകത്തിന്റെ പ്രൗഢിയും ഒത്തുചേരലിന്റെ സന്തോഷവുമെല്ലാമായി ഈ നോമ്പുകാലവും ആവേശമാക്കുകയാണ് കണ്ണൂരിന്റെ പഴയ വ്യാപാര തലസ്ഥാനം കൂടിയായ സിറ്റി. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.